രണ്ട് തരത്തിലുള്ള ആളുകളാണ് പ്രധാനമായും ലോകത്തുള്ളത്. ഒരു കൂട്ടർ ദൈവവിശ്വാസികളാണെങ്കിൽ മറ്റൊരു കൂട്ടർ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളാണ്. വിശ്വാസങ്ങൾ തമ്മിലും വേർതിരിവുകൾ ഉണ്ടെങ്കിലും തങ്ങളെ നയിക്കുന്ന ദൈവമുണ്ടെന്നും ദൈവം തങ്ങളെ അനുദിനം വഴി നടത്തുന്നു എന്നുള്ളതുമാണ് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിൽ അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ഈ കാലത്ത് മാത്രമല്ല, ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ വലിയ വിശ്വാസ സമൂഹം എന്ന നിലയ്ക്ക് കത്തോലിക്കാ സഭയും സഭാ നേതൃത്വങ്ങളും ലോകം ഉറ്റുനോക്കുന്ന ഒരു വിശ്വാസ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയുടെ രോഗാവസ്ഥ ലോകം മുഴുവൻ വലിയ ചർച്ചാ വിഷയമായി. ആ ചർച്ചകൾ ഇനിയും അവസാനിക്കാതെ തുടരുന്നു. അതിൽ ഉയർന്നു വന്ന ഒരു പ്രധാന ചോദ്യമാണ് മാർപ്പാപ്പ രോഗബാധിതനായപ്പോൾ രോഗശാന്തിക്കാർ എവിടെ എന്നുള്ളത്. അല്പം പരിഹാസത്തോടെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. മാർപ്പാപ്പയ്ക്ക് രോഗശാന്തി നൽകാൻ കെൽപ്പുള്ള ആരുമില്ലേ എന്നും പ്രാർത്ഥിച്ചാൽ പോരെ, ചികിത്സയുടെ ആവശ്യമുണ്ടോ എന്നുമൊക്കെ പലരും ചോദിക്കുന്നു. ഇത് അവരുടെ പരിഹാസ ചോദ്യം മാത്രമല്ല, അറിവില്ലായ്മ കൂടിയാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24 പറയും പോലെ വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ച് വേണ്ട വിധം അറിവില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ തെറ്റുപറ്റുന്നത്. രോഗാവസ്ഥയിൽ സാമാന്യമായ പരിഹാരം ചികിത്സ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിച്ചിരിക്കുന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല എന്ന്. അതിനാൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന, മറന്നുപോകുന്ന ഒരു കാര്യം, ചികിത്സയ്ക്ക് പകരം വെക്കുന്ന ഒന്നല്ല ദൈവിക രോഗശാന്തി. മറിച്ച് പലപ്പോഴും അത് ചികിത്സകൾ പലത് നടത്തി പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കുള്ളതാണ്. ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായി ഫാദർ ജോഷി മെയ്യാറ്റിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അച്ഛനത് ഷെയർ ചെയ്തത് അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ ഈ കുറിപ്പ് കാണാനിടയായി. അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി 5 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. ഈ വിമർശനങ്ങളിൽ പറയേണ്ടതെല്ലാം അതിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും അച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫാദർ ജോഷി മെയ്യാറ്റിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അപരരുടെ സഹനം ചിലർക്ക് കൊയ്ത്തുകാലമാണ് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അതിങ്ങനെ പോകുന്നു: നിരീശ്വരന്മാർക്കും രോഗശാന്തി തട്ടിപ്പുകാർക്കും ഒരുപോലെ കൊയ്ത്തുകാലമാണ്. മനുഷ്യന്റെ ദൈന്യതകൾ, ഫ്രാൻസിസ് പാപ്പയുടെ രോഗവും ആശുപത്രിവാസവും യുക്തി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യുക്തിവാദികൾക്കും നിരീശ്വരന്മാർക്കും നൽകിയ സന്തോഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ്. രോഗശാന്തി വരത്തെയും അത് പ്രയോഗിക്കുന്നവരെയും പരിഹസിക്കാനുള്ള പറ്റിയ സമയമായാണ് അവർ പാപ്പയുടെ രോഗാവസ്ഥയെ കാണുന്നത്. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയ അദ്ദേഹം പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. രോഗശാന്തി തട്ടിപ്പുകാരും നിരീശ്വരവാദികളും തമ്മിൽ ഉണ്ടായേക്കാനിടയുള്ള ചില സാമ്യതകളും തുടർന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിങ്ങനെയാണ്: രോഗശാന്തി കച്ചവടക്കാരുടെ അതേ നിലവാരത്തിലുള്ളവരാണ് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും. രണ്ടു കൂട്ടർക്കും മറ്റുള്ളവരുടെ രോഗങ്ങളും സഹനങ്ങളും ദൈന്യതകളും മുതലെടുപ്പിനുള്ള അവസരങ്ങളാണ്. യാതൊരു സ്ഥിരീകരണവും കൂടാതെ മനുഷ്യരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ച് ആളെ കൂട്ടുകയും തട്ടിപ്പ് നടത്തുകയും പണം സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് ആദ്യത്തെ കൂട്ടരെങ്കിൽ, രണ്ടാമത്തെ കൂട്ടർ അവസരം നോക്കി സൂത്രത്തിൽ കച്ചവടം ചെയ്യുന്നത് തങ്ങളുടെ ആശയങ്ങളാണ്. അതിലൂടെ തങ്ങളിലേക്ക് അനേകരെ ചേർക്കാനാണ് അവരുടെ കുൽസിത ശ്രമം. ഇരു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയമാണ്. രോഗശാന്തി വരം എന്ന ഒന്ന് ഇല്ല എന്നതാണ് നിരീശ്വരന്മാരുടെ വാദമെങ്കിൽ, എല്ലാവർക്കും തങ്ങളുടെ പക്കൽ രോഗശാന്തി ഉണ്ട് എന്നതാണ് തട്ടിപ്പുകാരുടെ വാദം. മനുഷ്യന്റെ ദൈന്യതയിൽ സഹതാപവും ആദരവും പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീരവാദം മുഴക്കാതെ നിശബ്ദതയെങ്കിലും പാലിക്കാനുള്ള മാന്യത അവർക്കിരുവർക്കുമില്ല. ഇങ്ങനെ ചില ചിന്തകൾ കോറിയിട്ടുകൊണ്ട് അടുത്ത ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവിക രോഗശാന്തികൾ സാധ്യമോ? ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ ട്രാൻസ് സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ കൂടി ജോഷിയച്ചൻ പങ്കുവെക്കുന്നുണ്ട്. ട്രാൻസ് എന്ന സിനിമയ്ക്ക് പിന്നിലെ ചില ഒളിയണി പ്രവർത്തകർ ഒരിക്കൽ POCയിൽ വന്ന് ദൈവിക രോഗശാന്തികളെല്ലാം തട്ടിപ്പാണ് എന്ന് പ്രസ്താവിച്ചത് ഇപ്പോൾ ഓർമ്മ വരുന്നു. അവർക്ക് ഞാൻ നൽകിയ മറുപടി ഇതാണ്: ദൈവത്തെക്കുറിച്ചുള്ള സ്വന്തം കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിലെ ഓരോരുത്തരുടെയും നിലപാട്. സജീവനും വ്യക്തിപരനുമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവർക്ക് സൗഖ്യപ്രതീക്ഷ നഷ്ടപ്പെട്ട നേരത്തും അത്ഭുതങ്ങളിലും രോഗശാന്തിയിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്തരം വിശ്വാസം സമ്മാനിക്കുന്നത് അവിസ്മരണീയ അനുഭവങ്ങളുടെ ഒരു മഹാലോകമാണ്. സൗഖ്യമായും സാന്ത്വനമായും ആത്മശക്തിയായും അത് അനുഭവവേദ്യമാകാം. ജീവിക്കുന്നവനായ കർത്താവിന്റെ ഇടപെടലിലൂടെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ബലപ്പെടലുകളും നേരിട്ട് അനുഭവിക്കുവാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞ 2000 വർഷങ്ങളായി പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിയുകയും ചെയ്യും. കാരണം എന്നും കൂടെയുള്ളവനാണ് ദൈവം. തുടർന്ന് ഏതാനും ബൈബിൾ ഭാഗങ്ങൾ വെച്ച് അദ്ദേഹം ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തനിക്കുണ്ടായ ഒരു സൗഖ്യ അനുഭവം പറയുന്നു. ചില വ്യക്തികൾക്ക് ദൈവം രോഗശാന്തിക്കുള്ള വരം നൽകാറുണ്ടെന്നതിന് അനേകം തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. അദ്ദേഹം ഇതിനോടൊപ്പം കോട്ട് ചെയ്യുന്നത് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലെ 12-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങളാണ്. ഒപ്പം അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. തുടർന്ന് അദ്ദേഹം തൻ്റെ വാക്കുകൾ തുടരുകയാണ്: അത്തരം അനുഭവങ്ങൾ സഭയിലും ഒത്തിരിയുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കുറിക്കാം. 2015
6 മാസത്തോളം വോക്കൽ കോഡിന്റെ പ്രശ്നം മൂലം എനിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. പലവിധ ചികിത്സകൾ മാറി മാറി ചെയ്തിട്ടും സ്വരം തിരികെ കിട്ടാതെ നിരാശയിലാണ്ടപ്പോഴാണ് വട്ടായിലച്ഛൻ്റെ വൈദികർക്കുള്ള ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചത്. അവിടെ വെച്ച് രോഗശാന്തി വരം ഉള്ള ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ എനിക്ക് സ്വരം തിരിച്ചു കിട്ടി. അതിൻ്റെ പേരിൽ ഒരു നയാ പൈസ പോലും അവർ എന്നിൽ നിന്ന് വാങ്ങിയതുമില്ല. കാരണം വിൽപ്പനച്ചരക്കല്ല രോഗശാന്തി വരം. ദൈവിക രോഗസൗഖ്യത്തിന്റെ പേരിൽ ആരെങ്കിലും ഫീസ് ഈടാക്കുകയോ അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അവർ തട്ടിപ്പുകാരാണ്. ആർക്കെങ്കിലും അത്തരം വരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം അവർ വിശുദ്ധരാണെന്നോ അസാമാന്യ ശക്തികൾ ഉള്ളവരാണെന്നോ അല്ല. അവരെ ആൾദൈവങ്ങളായി കരുതുന്നതും എല്ലാ രോഗങ്ങളും അവരിലൂടെ സുഖപ്പെടുമെന്നോ അവരുടെ പ്രാർത്ഥന ചികിത്സയ്ക്ക് ബദലാണെന്നോ ചിന്തിക്കുന്നതും ദൈവനിന്ദയല്ലാതെ മറ്റൊന്നുമല്ല. തുടർന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്തൃനാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്നവരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരോ ആയ എല്ലാവരും കർത്താവിന് പ്രിയങ്കരരാണെന്ന് വിചാരിക്കുന്നത് മഹാ അബദ്ധമായിരിക്കുമെന്ന മുന്നറിയിപ്പ് പോലും തിരുവചനം തരുന്നുണ്ട്. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. ആ വാക്യത്തിന്റെ പൂർണ്ണഭാഗം ഇങ്ങനെയാണ്: അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഫാദർ ജോഷി മെയ്യാറ്റിൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അത്ഭുതം എന്നത് എപ്പോഴും സംഭവിക്കുന്നതല്ലെന്നും ദൈവഹിതപ്രകാരം അപൂർവമായി നടക്കുന്നതാണെന്നും തിരിച്ചറിയാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് രോഗങ്ങൾ വന്നപ്പോൾ രോഗശാന്തിക്കാരുടെ പക്കലേക്കല്ല, ആശുപത്രിയിലേക്ക് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളതും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്നല്ലേ വിശുദ്ധ ബൈബിളും പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, എന്നാൽ അത്ഭുതങ്ങളും രോഗശാന്തികളും അസാധാരണമായ പ്രതിഭാസങ്ങളാണെന്ന വസ്തുത മറന്നാണ് പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ. അവയെ അനുദിന സംഭവങ്ങളായി കാണുന്നതും സാമാന്യമെന്ന പോലെ വ്യാഖ്യാനിക്കുന്നതും അവയുടെ സ്വഭാവത്തിന് തന്നെ ഘടകവിരുദ്ധമാണ്. പാപ്പ ആശുപത്രിയിലായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദൈന്യതയുടെ മുതലെടുപ്പുകാർ രോഗശാന്തി വരമുണ്ടെന്ന് കരുതപ്പെടുന്നവരോട് നടത്തിയ വെല്ലുവിളികളെല്ലാം ഈ അബദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. രോഗാവസ്ഥയിൽ സാമാന്യമായ പരിഹാരം ചികിത്സ തന്നെയാണ്. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല എന്നല്ലേ വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിച്ചിരിക്കുന്നത്. അതിനാൽ ചികിത്സയ്ക്ക് പകരം വയ്ക്കുന്ന ഒന്നല്ല രോഗശാന്തി, മറിച്ച് പലപ്പോഴും അത് ചികിത്സകൾ പലതും നടത്തി പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കുള്ളതാണ്.